നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലാ കലോത്സവത്തിൻ്റെ ഒന്നാം വേദിക്ക് അടുത്താണ്. ഇവിടെ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും അതുപോലെ കേരള പോലീസ് അസോസിയേഷനും ചേർന്ന് ഇവിടെ ഒരു സ്റ്റാൾ ഇട്ടിട്ടുണ്ട്. ഈ സ്റ്റാളിന് മുന്നിൽ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇവിടെ നിരവധി ആളുകൾ ക്യൂ നിന്നാണ് ഇവിടെ ഭക്ഷണം വാങ്ങുന്നതിന് വേണ്ടി വന്നത്. ഇവിടെ വില പട്ടികയോ കാര്യങ്ങളൊന്നും കാണാനില്ല. ഇതിൻ്റെ കാര്യം എന്താണെന്നുള്ള കാര്യം നമുക്ക് ഇവരോട് തന്നെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. പോലീസ് സംഘടനകളുടെ 3 ദിവസമായി നമ്മുടെ കലോത്സവം നമ്മുടെ മനസ്സിലാക്കിയാണ്. വളരെ സൗകര്യങ്ങളോട് തന്നെയാണ് നമ്മുടെ ഈ പോലീസ് ഒരുക്കിയിരിക്കുന്നത്. ആരംഭിക്കുന്നത് മുതൽ അവസാനിക്കുന്നത് ചായ കടികളുമാണ്. തീർച്ചയായിട്ടും വലിയ ഒരു പിന്തുണ ജില്ലാ പോലീസ് മേധാവി അടക്കം ഒരു പ്രവർത്തനത്തിൽ നമുക്ക് ആവേശകരമായിട്ട് ആ പ്രവർത്തനം ചെയ്യുന്നത്. അതുപോലെ തന്നെ ജില്ലാ കലോത്സവത്തിലെത്തുന്ന മുഴുവൻ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും മറ്റ് ബന്ധപ്പെട്ട മത്സരം കാണാനെത്തുന്നവർക്കെല്ലാം വളരെ ആശ്വാസകരമായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ചായയും നാരങ്ങകളും എല്ലാ ലഘുഭക്ഷണങ്ങളും കഴിഞ്ഞ 5-6 വർഷമായിട്ട് കലോത്സവ വേദിയിലെ ഒരു സാന്നിധ്യമായിട്ട് പോലീസ് വലിയ ആശ്വാസമായിട്ട് തന്നെയാണ് കാണുന്നത്. ജനകീയതയുടെ മറ്റൊരു മുഖമാണെന്ന് കേരള പോലീസ് ജില്ലാ പോലീസ് കലോത്സവത്തിനായി എത്തുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും മത്സരാർത്ഥികൾക്കും ഒപ്പം കാണാൻ ആസ്വദിക്കാനടക്കം 24 മണിക്കൂറും ഈ പവലിയന്റെ സേവനം ലഭ്യമാകും. ഇത് സമാപന ദിവസമായി വൈകുന്നേരത്തേക്ക് സ്പെഷ്യലായിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ ഇവിടെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തോടെ, പക്ഷേ കലയാണ് നമ്മുടെ ലഹരി എന്നുള്ള ഉദ്ദേശത്തിൽ ലഹരിക്ക് എതിരെയുള്ളൊരു ക്യാമ്പയിനായി കൂടിയാണ് കേരളത്തിലെ പോലീസ് സംഘടനകൾ ഈ സംവിധാനത്തെ കാണുന്നത്. അതിനെ വന്നിരിക്കുന്ന മുഴുവൻ പേരെയും കേരള പോലീസ് അസോസിയേഷന്റെ എല്ലാവിധ ആശംസകളും ഈ പരിപാടികൾ തുടരുക. ഞങ്ങൾ